വളയ്ക്കുകയേ ചെയ്യാവൂ, ഒടിക്കരുത് എന്ന പ്രമാണം അമേരിക്ക മനസ്സിൽ വെച്ചുകൊണ്ട് പരമാവധി സംയമനം പാലിക്കുകയും ഇപ്പോൾ നടക്കാൻ പോകുന്ന ചർച്ചകൾ പരിസമാപ്തിയിലെത്തുകയും വിട്ടുവീഴ്ചാപരമായ നിലപാടെടുത്തുകൊണ്ട് ചർച്ചകൾ രണ്ടു കൂട്ടരും ഇറാനും നിലനിൽക്കണം, എന്നും യുദ്ധത്തിൽ നിൽക്കാനാവില്ല. അതുകൊണ്ട് ചർച്ചകളിലൂടെ മാത്രമേ പരിഹാരമുണ്ടാകൂ. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഈ നാവിക ഉപരോധം തുടർന്നാൽ തിരിച്ചടിക്കുമെന്ന് അമേരിക്കയോട് ഇറാൻ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഹോർമൂസിലെ നിയമവിരുദ്ധ പോലീസിംഗ് തുടർന്നാൽ US പടക്കപ്പലുകൾക്ക് നേരെ ഇറാൻ മിസൈലുകൾ വന്നെത്തുമെന്നാണ് പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള മുജ്തബ ഖംനിയുടെ ഉപദേശകൻ മുഹ്സിൻ റിസായി മുന്നറിയിപ്പ് നൽകിയത്. ശരിക്കും ഹോർമൂസിൽ കാര്യങ്ങൾ വീണ്ടും വഷളാകുമോ? അതാണോ സാധ്യത കാണുന്നത്? ഹോർമൂസ് തീർച്ചയായും കാര്യങ്ങൾ സമ്മർദ്ദം ആണ് പ്രയോഗിക്കുന്നതെങ്കിൽ രണ്ടു പക്ഷത്തും ബലപ്രയോഗവും സമ്മർദ്ദവും ഒരുതരം ബ്ലാക്ക് മെയിലിങ്ങും എല്ലാം നടന്നേക്കാം. അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ ഉപരോധം തുടരുകയാണെങ്കിൽ ഇറാൻ ചില നടപടികൾ എടുക്കാൻ നിർബന്ധിതരാവും എന്ന ഒരു വാചകമാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് മുജ്തബ ഖൊമേനിയുടെ ഒരു ഉപദേശകൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, ഹോർമൂസിലൂടെ പ്രകോപനപരമായി നീങ്ങുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ആക്രമിക്കും. അമേരിക്കൻ പിന്തുണയോടുകൂടി എത്തുന്ന മൈൻവാരി കപ്പലുകളാകട്ടെ, അല്ല എങ്കിൽ ഡിസ്ട്രോയേഴ്സ്, അതുമാത്രമല്ല ഏതെങ്കിലും വെസൽസ് അതിലെ കടന്നു പോകാനും ഇറാൻ കപ്പലുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനും ശ്രമിച്ചാൽ തങ്ങളുടെ കരയിൽ നിന്ന് പായുന്ന മിസൈലുകളും കടലിൽ നിന്ന് ഉപയോഗിക്കാവുന്ന മറ്റ് പ്രതിരോധ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവയെ ആക്രമിക്കും, അവയെ മുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പേർഷ്യൻ കടൽ ഇവരുടെ എല്ലാം ശവപ്പറമ്പായി, അമേരിക്കൻ കപ്പലുകളുടെ ശവപ്പറമ്പായി മാറും. അതത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല നമുക്കറിയാം. കാരണം അമേരിക്കയുടെ കപ്പൽ വ്യൂഹത്തിന് ഒരുപാട് പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ഏതായാലും വിമാനവാഹിനി കപ്പലൊന്നും ഹോർമൂസ് കടന്നൊന്നും വരില്ല, അത് നമുക്കറിയാം. വളരെ വലിയ കപ്പലാണ്. അതൊക്കെ അങ്ങ് വളരെ അകലം, അറബിക്കടലിൽ വളരെ അകലത്തിൽ നിന്നുകൊണ്ട് അതിൽ നിന്ന് വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുകയുള്ളൂ. ചെറിയ കപ്പലുകളാണ് അതുവഴി, ഫൈറ്റർ കപ്പലുകളാണ് അതുവഴി വരാൻ സാധ്യത. ഇത് മുക്കുമെന്ന് ഇറാൻ പറയുന്നു. പക്ഷെ ഒരു അമേരിക്കൻ കപ്പലും മുങ്ങിയതായി ഇപ്പോൾ വാർത്ത ഇല്ല. മുൻ യുദ്ധത്തിൽ, അത് കഴിഞ്ഞ ഒരു മാസമായി നടന്ന യുദ്ധത്തിൽ. രണ്ടാമത്തെ കാര്യം കുറച്ചുകൂടി ഗൗരവമുള്ള കാര്യമാണ്. തങ്ങൾ ഈ മേഖലയിൽ നിന്നും ചെങ്കടൽ മേഖലയിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കും, അതിനുള്ള കഴിവ് തങ്ങൾക്കുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. തങ്ങളുടെ പ്രോക്സിയായ, തങ്ങളേറെ സഹായിച്ച ഷിയ വംശജർ കൂടിയായ ആളുകൾ, ഹൂതികൾ നിയന്ത്രിക്കുന്ന ബാബ് എൽ മന്ദേബ്, അതാണ് കടലിടുക്ക്. ചെങ്കടലിലേക്ക് അറബിക്കടലിൽ നിന്നും പ്രവേശിക്കാവുന്ന കടലിടുക്ക്, അവിടെ നിയന്ത്രിക്കാൻ തങ്ങൾ വിചാരിച്ചാൽ കഴിയും. ഹൂതികളും തങ്ങളും തമ്മിൽ വലിയ സഖ്യത്തിലാണ്. അവർ ഇപ്പോൾ തൽക്കാലത്തേക്ക് സംയമനം പാലിക്കുന്നു. ചെങ്കടൽ ഒരു ആക്രമണ വിധേയം മുൻപായിട്ടുണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സമയത്ത് ചെങ്കടൽ മേഖലയിലൂടെ കടന്നുപോയ ചില അമേരിക്കൻ കപ്പലുകളെയും ചില ഇസ്രായേലി ബന്ധമുള്ള കപ്പലുകളെയും ഹൂതികൾ ആക്രമിച്ചതായി നമുക്ക് വിവരമുണ്ട്. കുറച്ചു കാലത്തെ കപ്പലുകൾ ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി, ആഫ്രിക്കൻ വൻകര ചുറ്റി യൂറോപ്പിലെത്തി. എത്രയോ സമയനഷ്ടവും പണനഷ്ടവും ഒക്കെയാണ്. അതുകൊണ്ട് 20% ലോക വ്യാപാരം, എണ്ണ മാത്രമല്ല, ഗൾഫിലൂടെ കടന്നു പോകുന്ന എണ്ണയുടെ ലോക വ്യാപാരത്തിൻ്റെ 20% മാത്രം. പക്ഷേ ആകമാന ചരക്കുകളുടെ 20%, അത് ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്ക് പോകുന്ന ചരക്കുകൾ, തിരിച്ചും ഉള്ള ചരക്കുകളുടെ സിംഹഭാഗവും കടന്നു പോകേണ്ട ചോക്ക് പോയിൻ്റാണ് ബാബ് എൽ മന്ദേബ്. തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്താണ് ഏഡൻ ഉൾക്കടൽ. ഏഡൻ ഉൾക്കടൽ കടന്നു കഴിഞ്ഞാൽ പിന്നീട് ചെങ്കടലാണ്. ആ ചെങ്കടലിലേക്ക് ഏഡൻ ഉൾക്കടലിൽ നിന്നും പ്രവേശിക്കുന്നത് വളരെ ചെറിയ വ്യാസമുള്ള, ഇത്രയും ഹോർമൂസിന് അത്ര പോലും വീതിയില്ല എന്ന് ഓർക്കണം, തീരെ ചെറിയ വീതിയുള്ള ആ ഒരു കുപ്പിക്കഴുത്താണ്. ആ ഭാഗത്താണ് ഹൂതികളുടെ ശക്തി കേന്ദ്രം. അതിൻ്റെ കിഴക്ക് ഭാഗത്ത് ഹൂതികൾ, പടിഞ്ഞാറ് ഭാഗത്ത് ജിബൂട്ടി. അപ്പം ജിബൂട്ടി ആഫ്രിക്കൻ രാജ്യമാണ്, അത് അങ്ങോട്ട് തള്ളി നിൽക്കുകയാണ്. അതുപോലെ മറുഭാഗത്ത് ഹൂതികൾ നിയന്ത്രിക്കുന്ന ഭാഗം, യമൻ്റെ വടക്കും പടിഞ്ഞാറും ഭാഗമാണ് ഹൂതികളുടെ നിയന്ത്രണ മേഖല. ആ മേഖലയിൽ നിന്നുകൊണ്ട് ഹൂതികൾക്ക് നിരന്തരം ആക്രമണം അഴിച്ചുവിടാൻ പറ്റും. അതിലെ കപ്പൽ ഗതാഗതം ദുസ്സഹമാകുന്ന രീതിയിൽ നീങ്ങുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് മറ്റൊരു പോർമുഖം കൂടി തുറക്കേണ്ടി വരും. ഇറാനെതിരെ മാത്രമല്ല, ഹൂതികൾക്കെതിരെ ഒരിക്കൽ കൂടി പോർമുഖം തുറക്കേണ്ടി വരും. ഇസ്രായേലും അമേരിക്കയും ചേർന്നുകൊണ്ട് ഹൂതികളെ ആക്രമിച്ച് കീഴടക്കേണ്ടി വരും. അതും പൂർണ്ണമായി ഒരുപക്ഷെ നടക്കില്ല. അങ്ങനെയാണെങ്കിൽ എത്രയോ ചെറിയൊരു ഗ്രൂപ്പാണ്. ഇറാൻ എന്ന ഔദ്യോഗിക എസ്റ്റാബ്ലിഷ്ഡ് ഒരു സോവറിൻ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റിനേക്കാൾ എത്രയോ തുച്ഛരാണ് ഹൂതികൾ. പക്ഷേ അവർ ഒരുക്കുന്ന ഒരു ഭീഷണിയുണ്ട്.
അതിനെ ഒരുപക്ഷെ ബലപ്രയോഗങ്ങൾ മാത്രം തടയാനാവില്ല. അവരെന്തിനും പോകുന്ന ആളുകളാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ ഇറാൻ്റെ ഒരു ഭീഷണി നടപ്പിലായി കഴിഞ്ഞാൽ ഇതൊന്നുമല്ല അവസ്ഥ. ലോകമാസകലമുള്ള ചരക്ക് നീക്കം, യൂറോപ്പ് വിൽ ബി ചോക്ഡ്. കാരണം ഏഷ്യയിൽ നിന്നാണ്, ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ 90% പോകേണ്ടത് അതുവഴിയാണ്. കരവഴി പോകുന്നത് വലിയ ചിലവുള്ള കാര്യമാണ്. കടൽ വഴി, അതായത് ഏഡൻ ഉൾക്കടൽ, അറബിക്കടലിൽ നിന്നും ഏഡൻ ഉൾക്കടലിലേക്ക് പ്രവേശിച്ച് ഏഡൻ ഉൾക്കടലിൽ നിന്നും ഈ കുപ്പിക്കഴുത്ത്, ബാബൽ മന്ദേബ് എന്ന കുപ്പിക്കഴുത്തിലൂടെ ചെങ്കടലിലേക്ക് പ്രവേശിക്കുകയും അവിടുന്ന് വടക്കോട്ട് സഞ്ചരിച്ച് കുറേ കഴിയുമ്പോൾ ഒരു പോയിന്റിൽ വെച്ച് കടലിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിലൊരു വഴി അകത്തേക്ക് പോയി കഴിയുമ്പോൾ പിന്നീട് സൂയസ് കനാലാണ്. ഈജിപ്തിൻ്റെ വടക്ക് കിഴക്കൻ ഭാഗത്ത് കുറുകെ വെട്ടിയിരിക്കുന്ന മനുഷ്യനിർമ്മിതമായ സൂയസ് കനാലിൽ ഈജിപ്തിന് കരവും കൊടുത്തുകൊണ്ട്, ടോൾ കൊടുത്തുകൊണ്ട് അപ്പുറത്തെത്തുന്നു, അതായത് മെഡിറ്ററേനിയൻ കടലിലെത്തുന്നു. എന്നിട്ട് യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് പോകുന്നു. ഇതാണല്ലോ രീതി. ആ ഒരു ട്രേഡ് റൂട്ട് അല്ലെങ്കിൽ ആ ഒരു കപ്പൽ പാത തന്നെ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആക്കി മാറ്റാൻ ഇറാൻ വിചാരിച്ചാൽ കഴിയും. ഇത് മുൻപ് തന്നെ എന്തുകൊണ്ട് ഇറാൻ പറഞ്ഞില്ല എന്നാണ് ഇപ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുന്നത്. ഇപ്പം നമുക്കറിയാമായിരുന്നു ഇറാൻ്റെ ശക്തി എന്ന് പറയുന്നത് 2 കടലെടുക്കുകൾ, ഒന്ന് ഹോർമൂസ് കടലെടുക്ക്, സ്വന്തം കടലെടുക്ക്, 2 ഹൂതികളിലൂടെ ബാബൽ മന്ദേബ് ആ ഭാഗം. ഇത് രണ്ടും തന്നെ തീർച്ചയായും ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ നിയന്ത്രിക്കുന്ന ഇടങ്ങളാണ്. അതുകൊണ്ട് വളയ്ക്കുകയെ ചെയ്യാവൂ, ഒടിക്കരുത് എന്ന പ്രമാണം അമേരിക്ക മനസ്സിൽ വെച്ചുകൊണ്ട് പരമാവധി സംയമനം പാലിക്കുകയും ഇപ്പോൾ നടക്കാൻ പോകുന്ന ചർച്ചകൾ പരിസമാപ്തിയിലെത്തുകയും വിട്ടുവീഴ്ചാപരമായ നിലപാടെടുത്തുകൊണ്ട് ചർച്ചകൾ, 2 കൂട്ടരും, ഇറാനും നിലനിൽക്കണം, എന്നും യുദ്ധത്തിൽ നിൽക്കാനാവില്ല. അതുകൊണ്ട് ചർച്ചകളിലൂടെ മാത്രമേ പരിഹാരമുണ്ടാകൂ. ബലപ്രയോഗം നടത്താതെ ഇരിക്കട്ടെ. ഇവിടെ ഈ ഹോർമുസിൽ ഉപരോധം പ്രഖ്യാപിച്ച US നടപടി അബദ്ധമാകുമെന്ന് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗൾഫിലെ വിവിധ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന കടൽ മേഖലയിലെ ഏറ്റുമുട്ടലുകൾ കയറ്റുമതിയെയും ഇറക്കുമതിയെയും ബാധിച്ചതോടെ ചർച്ചയിലേക്ക് വേഗം കാര്യങ്ങൾ എത്തിക്കാനാണോ സൗദിയുടെ ഒരു സമ്മർദ്ദം? സൗദിയുടെ ഈ മുന്നറിയിപ്പ് ട്രംപ് മുഖവിലക്കെടുക്കുമോ? സൗദി അറേബ്യ മാത്രമല്ല, UAEക്കും ഖത്തറിനും ബഹ്റിനും കുവൈറ്റിനും എല്ലാം തന്നെ ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ദീർഘകാലം തുടരാനിടയുള്ള ഉപരോധം. ഏതാനും ദിവസങ്ങൾ, ആഴ്ചകൾ മാത്രമാണെങ്കിൽ നിന്നു പിഴയ്ക്കാം. പക്ഷേ ദീർഘകാല ഉപരോധം അവിടേക്കുള്ള സപ്ലൈസിനെ ബാധിക്കും, എണ്ണ ഉത്പാദനത്തെ ബാധിക്കും. എണ്ണ പുറത്തോട്ട് കൊണ്ടുപോകാനാവില്ല എങ്കിൽ ഉത്പാദിപ്പിക്കുന്ന എണ്ണ സംഭരിക്കാനുള്ള എണ്ണ സംഭരണ കേന്ദ്രങ്ങളുടെ ശേഷി കുറഞ്ഞു വരും. പൂർണ്ണ സംഭരണ തോതിലായിരിക്കും ഇപ്പോൾ. അത് കഴിഞ്ഞ് ഉത്പാദിപ്പിച്ചാൽ അത് സംഭരിക്കാനാവില്ല. ക്രൂഡ് ഓയിൽ സംഭരിച്ച് വെക്കണമല്ലോ, എങ്കിലല്ലേ വിതരണം ചെയ്യാനാവൂ. അതുകൊണ്ട് പ്രൊഡക്ഷൻ തന്നെ നിന്നു പോകുന്ന കാര്യം. അതുമാത്രമല്ല, കൂടുതൽ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിലേക്ക്, എണ്ണപ്പാടങ്ങളിലേക്ക്, റിഫൈനറികളിലേക്ക്, റിഗുകളിലേക്ക് ആക്രമണം തുടരാം. ഇതെല്ലാം സംഭവിക്കാവുന്ന കാര്യങ്ങളില്ലേ. അതുകൊണ്ടാണ് ഈ സമാധാനത്തിൻ്റെ അവസരം കൊടുക്കൂ എന്ന് പറയുന്നത്. സൗദി അറേബ്യയാണ് വളരെ പ്രധാനമായി അമേരിക്കയുടെ ഏറ്റവും വലിയ മേഖല പങ്കാളിയാണല്ലോ സൗദി അറേബ്യ. അതുകൊണ്ട് സൗദി അറേബ്യ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സൗദി അറേബ്യ ഇറാനുമായി നേരിട്ട് സംസാരിക്കാൻ കഴിയുന്ന രാജ്യമാണ്. കാരണം ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. ചൈനയുടെ മധ്യസ്ഥതയിൽ 2 വർഷം മുൻപ് ഇറാനും സൗദിയും തമ്മിൽ പരമ്പരാഗതമായി ഉണ്ടായിരുന്ന പല വിഷയങ്ങളും പരിഹരിച്ചുകൊണ്ട് പരസ്പരം സഹകരിക്കാമെന്നൊരു കരാറിൽ ഒപ്പിട്ടിരുന്നു. അമേരിക്ക ഏറെ അലോസരപ്പെടുത്തിയ ഒരു കരാറാണത്. 2 സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സൈനിക കരാർ. അത് കഴിഞ്ഞ വർഷം ഏർപ്പെട്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂറിനൊക്കെ ശേഷം ഉയർന്നു വന്ന ഒരു സെക്യൂരിറ്റി പാരഡൈമുണ്ട്. അതനുസരിച്ച് ചൈന അതിനകത്ത് നേരിട്ട് പങ്കാളിയല്ല, പാകിസ്ഥാനാണ് അതിനകത്ത് പങ്കാളി. അതായത് പാകിസ്ഥാൻ അതുകൊണ്ടാണ് യുദ്ധവിമാനങ്ങളും ചില ട്രൂപ്സിനെയും എല്ലാം സൗദിയിലേക്ക് അയച്ചിരിക്കുന്നത്. ആ കരാറിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് അമേരിക്കയെ പൂർണ്ണമായി ആശ്രയിക്കാതെ, അമേരിക്കയുടെ ഒരു സ്കീം ഓഫ് തിങ്സ് തന്നെയാണ്, പക്ഷേ ചൈനയെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ചൈനയുടെ മധ്യസ്ഥത വഹിക്കാൻ, അത് സ്വീകരിക്കാൻ സൗദി അറേബ്യ തയ്യാറാകുമ്പോൾ സൗദി അറേബ്യ ഹാസ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് പൂർണ്ണമായി അമേരിക്കൻ സ്വാധീനത്തിന് കീഴടങ്ങി പഞ്ചപുച്ഛമടക്കി അമേരിക്ക പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന രാജ്യമാണ് സൗദി എന്ന്. ഇപ്പോൾ പൊതുവെ അങ്ങനെ പറയാനാവൂ പുറത്ത്. അപ്പോൾ അമേരിക്കയെ പക്ഷേ രഹസ്യമായി ബിഹൈൻഡ് ദ കർട്ടൻ, ബിഹൈൻഡ് ദ ഡോർ, വളരെ ഗോപ്യമായി അമേരിക്കയുടെ മേൽ ഏറ്റവും അധികം സമ്മർദ്ദം ചെലുത്തുന്നത് സൗദി അറേബ്യ ആണെന്നാണ് വിവരം. അതായത് തങ്ങളുടെ ഇക്കോണമിയെ നിങ്ങൾ നശിപ്പിക്കരുത്, തങ്ങൾക്ക് മുന്നോട്ട് പോകണം, സമാധാനം ആവശ്യമാണ്, നാളുകളിലും ഈ പ്രശ്നം ചവിട്ടി കുഴച്ചിട്ടിട്ട് നിങ്ങൾ പോകരുത്, ഇതാണ് സൗദി പറയുന്നത്. UAE പറയുന്നത് അതാണ്. യുദ്ധമൊക്കെ തുടങ്ങി വെക്കാം, പാതി വഴിയെത്തി നിങ്ങൾ ഇറാനുമായി ഡീലുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോകും, തലയൂരി അങ്ങ് പോകും.
അവസാനം വീണ്ടും ഇറാനിൽ നിന്നും ആക്രമണം ഉണ്ടാകും. അതുകൊണ്ട് വേണ്ടത് ഉറപ്പുകളാണ്. ഇറാന് ചില ഉറപ്പുകൾ കൊടുക്കാൻ കഴിയണം. ഇറാൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഉറപ്പുകൾ അമേരിക്ക വാങ്ങിച്ചെടുത്താൽ പോരാ. സൗദിക്കും UAE-ക്കും മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കും സ്വീകാര്യമാവുന്ന സുരക്ഷാ ഉറപ്പുകൾ വാങ്ങിയെടുക്കാൻ കഴിയണം. ഇസ്രായേൽ എന്ന രാജ്യം കൂടുതൽ സാഹസത്തിന് മുതിരുന്നില്ല എന്ന ഉറപ്പ് വാങ്ങാൻ അമേരിക്ക മാത്രമേ കഴിയൂ. അത് സൗദി അറേബ്യ വിചാരിച്ചാൽ കഴിയില്ല. അബ്രഹാമി കരാറൊന്നും സൗദിയും ഇസ്രായേലും തമ്മിൽ എത്തിച്ചേർന്നിട്ടില്ലല്ലോ. അതേസമയം കൂടുതൽ രാജ്യങ്ങളുമായി അബ്രഹാമിൻ്റെ പേരിൽ ഈ ഗൾഫ് രാജ്യങ്ങളുമായി തന്നെ ഇപ്പം 4 രാജ്യങ്ങളുമായിട്ട് മാത്രമാണ് അറബ് മേഖലയിൽ ഇസ്രായേൽ കരാറുള്ളത് അബ്രഹാമിൻ്റെ പേരിൽ. ഇനി കൂടുതൽ അറബ് രാജ്യങ്ങൾ അബ്രഹാമിൻ്റെ പേരിലോ മറ്റേതെങ്കിലും പേരിലോ ഇസ്രായേലുമായി കരാറുണ്ടാക്കി അത് 100% പാലിക്കുക കൂടെ ചെയ്യണം. കരാറുണ്ടാക്കിക്കൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പം ഇറാനും സൗദിയും തമ്മിൽ കരാറുണ്ടാക്കിയിട്ടും ഇറാൻ സൗദി ആക്രമിച്ചില്ലേ? പക്ഷേ സൗദി ഇറാനെതിരെയുള്ള ആക്രമണത്തിന് അമേരിക്കയ്ക്ക് ബേസുകൾ കൊടുത്തില്ലേ? അത് ഇല്ല എന്ന് പറയുമ്പോഴും സൗദി പറയുന്നു തങ്ങളുടെ മണ്ണിൽ നിന്നും അമേരിക്കൻ വിമാനങ്ങൾ ഇറാനെതിരെ പറന്നു പൊങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോഴും എല്ലാ ലോജിസ്റ്റിക്കൽ ഹബ്ബായും പ്രവർത്തിച്ചത് പ്രധാനമായും സൗദി അറേബ്യ അല്ലേ? അപ്പം അതുകൊണ്ട് രണ്ടു പക്ഷത്തും സംയമനോട് പാലിക്കണം. സൗദിയുടെ ആവശ്യമായി മാറിയിരിക്കുന്നു, GCCയുടെ പ്രധാന ആവശ്യമായി മാറിയിരിക്കുന്നു സമാധാനം. ഇറാനെ സംബന്ധിച്ചിടത്തോളം രണ്ടും കൽപ്പിച്ചുള്ള പോക്കാണ്. അപ്പോൾ ഇപ്പോൾ സമാധാനമെന്നോ യുദ്ധമെന്നോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ളൊരു പോരാട്ടത്തിലാണ് അവർ. അതുകൊണ്ട് ഇറാനോട് ഇപ്പോൾ വലിയ രീതിയിൽ വേദമോദിയിട്ടോ ന്യായം പറഞ്ഞിട്ടോ വലിയ കാര്യമില്ല. അതുകൊണ്ട് കുറച്ചുകൂടി സ്ഥിരബുദ്ധിയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട രാജ്യങ്ങൾ GCC മേഖലയിലാണ്. അതുകൊണ്ടാണ് ഒരിക്കലും പബ്ലിക് ഡിബേറ്റിലേക്ക് വരില്ല. അമേരിക്കയും സൗദിയും തമ്മിൽ നടക്കുന്ന അനൗപചാരിക സംഭാഷണങ്ങൾ ഒരിക്കലും പബ്ലിക് ഡൊമൈനിൽ വരില്ല. പക്ഷേ ഒരു കാറ്റലിസ്റ്റായി അവസാന പീസ് പ്രോസസ്സിൽ സൗദി പങ്കാളിയല്ല. ഇസ്ലാമാബാദ് ടോക്സിൽ ഒരു ഗൾഫ് രാജ്യവും പങ്കാളിയല്ല, ഇസ്രയേലും പങ്കാളിയല്ല. പക്ഷേ ഇസ്രയേലും സൗദിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും നിലപാടുകളും കാറ്റലിസ്റ്റിക് റോള് വഹിക്കും. അല്ലാതെ അമേരിക്കയുടെ തീരുമാനം മാത്രമല്ലത്, ഒരു മേഖലാ തീരുമാനമായി അത് വരട്ടെ എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്.